ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ന്യൂജൻ പിള്ളേരെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടെന്നല്ല, ഞാനൊരു 1 month മുന്നേ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ ചെന്നപ്പോഴത്തേനും ഓഫീസിൻ്റെ അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ഇൻ്റർവ്യൂവിൻ്റെ ഡയറക്ടറായിട്ടായിരുന്നു എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ സമയത്തിന് തന്നെ ചെന്നു. അപ്പോൾ ഞാൻ ചെന്ന്, ആളും അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചെന്ന് സംസാരിച്ചു. ആള് എൻ്റെ അടുത്ത് ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത്, മീൻസ് എൻ്റെ ഫീൽഡ് എന്താണോ അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, ഓ 2K കിഡ് ആണല്ലേ, ഇത്ര ഏജേ ഉള്ളൂ ഇല്ലേ, ഈ ഒരു ഇതിലാണ് ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം ഞാൻ ഓക്കെ, ഇനി മുന്നോട്ട് പോകെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ച് എക്സ്പെക്ട് ചെയ്തായിരുന്നു. പക്ഷേ ആളെൻ്റെ അടുത്ത് എൻ്റെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടോ എൻ്റെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ദെൻ ആൾ അഗെയിൻ ഇത് തന്നെയാണ് പറയുന്നത്, 2K കിഡ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. ഓൾറെഡി കുറേ സ്റ്റീരിയോ ടൈപ്പിംഗ് സാധനങ്ങൾ പുള്ളിയുടെ അടുത്ത് ഉണ്ടായിരുന്നു. സോ ആൾ അതൊക്കെ തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാനപ്പം ഞാൻ റിയാക്ട് ചെയ്യാനോ ഒന്നിനും പോയില്ല. ദെൻ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ ഒരു HR മാനേജർ അവിടെ ഉണ്ട്, ആളിപ്പോൾ മെറ്റേണിറ്റി ലീവിലാണ്, സോ ആളുടെ ബിഹാഫിലായിരിക്കും ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ ആളുടെ ഡീറ്റെയിലിംഗ് സൈഡൊക്കെ പറഞ്ഞു. എഗെയിൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആൾ പറഞ്ഞു, ഇത്രയല്ലേ ഏജ് ഉള്ളൂ, അതെ ഇപ്പം എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. സോ ആൾ അപ്പോഴും അവിടെ ഏജ് വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഓക്കെ, കുറച്ച് നാൾ കഴിഞ്ഞു, എനിക്ക് കോളൊന്നും വന്നില്ല. എനിക്ക് അപ്പോഴേ മനസ്സിലായി ഓക്കെ അത് നോക്കണ്ട, ഇനി അത് സെലക്ട് ഒന്നും ആകത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് അവിടുത്തെ HR തിരിച്ചു വന്നതിന് ശേഷം HR സൈഡിൽ നിന്ന് കോൾ ഉണ്ടായി, 1-2 വട്ടം കോൾ ഉണ്ടായി. ഇത് ആക്ച്വലി 1 month അല്ല, 1 month അല്ല, അതിന് മുന്നേ സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജെൻസി പിള്ളേരെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സത്യത്തിൽ ജെൻസി പിള്ളേരാണ് ബെറ്റർ എന്ന് പറയുന്നതിന് കാരണം, നമ്മൾ ജെൻസി എന്ന് കേൾക്കുമ്പോഴേ പറയും തല്ലുള്ളിത്തരം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അനുസരണയില്ലായ്മ, കള്ള്, കഞ്ചാവ്, ഇങ്ങനെയുള്ളൊരു വിഭാഗം ആൾക്കാരെ ഒഴിച്ചു നിർത്തിയാൽ ജെൻസി പിള്ളേർ അടിപൊളിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അതുമാത്രം കാണാത്തത്? ജെൻസി പിള്ളേർക്ക് കൂടുതൽ ഐക്യു ഇൻ ദ സെൻസ് അവർക്ക് സിവിക് സെൻസ് കൂടുതലാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും. ആരോട് വേണമെങ്കിലും ചോദിച്ചു. ഈവൻ ഞാനൊരു പാർട്ട് ടൈം ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. സോ ആ സമയത്ത് പോലും എൻ്റെ സ്റ്റുഡൻസിന്, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് അറിയുന്ന പല കാര്യങ്ങളും എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. കാര്യം അവരോരോ കാര്യങ്ങൾ ചോദിച്ച്, മീൻസ് അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ്, അവർ ഓരോ കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോഴത്തേനും നമുക്ക് തിരിച്ചു പറയാനില്ല. വൈ ബിക്കോസ് നമ്മളതൊക്കെ കേൾക്കുന്നേ ഉള്ളൂ. ഈ പിള്ളേർ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. ദെൻ ഇപ്പോഴത്തെ ജെൻസി എന്ന ഒരു ടേമിനെ എത്രത്തോളം രീതിയിൽ ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അപ്പം ഈ ജെൻസി എന്ന് പറയുന്ന, അല്ലെ ഒരു 2K കിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനിലുള്ള പിള്ളേർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ നിങ്ങളെപ്പോലെ വഴിയിൽ തുപ്പില്ല, മുള്ളില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇവർ കാണിക്കത്തില്ല. കാർക്കിച്ച് തുപ്പലോ അങ്ങനത്തെ ഒന്നുമില്ല. ഈവൻ ഒരു വേസ്റ്റ് പോലും, ഒരു മുട്ടായി കവറാണെങ്കിൽ പോലും അവർ വേസ്റ്റ് ബാസ്ക്കറ്റിലേ ഇടത്തുള്ളൂ. വേസ്റ്റ് ബാസ്ക്കറ്റിൽ അവരുടെ ബാഗിലുണ്ടാവും. അത് കളഞ്ഞിട്ട് എപ്പോഴേലും വേസ്റ്റ് ബാസ്ക്കറ്റ് ഉള്ള സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും ഇടുന്നുണ്ടാവുക. എന്നാൽ ഇന്നത്തെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെച്ചുവേർഡ് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവർ ചെയ്യുന്നത് എന്തെന്നാ, പോണ വഴിക്ക് കാർക്കിച്ച് തുപ്പുക, അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ഓറഞ്ചും അങ്ങനത്തെ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ ജനലിന് പുറത്തോട്ട്, ഐ മീൻ വിൻഡോയ്ക്ക് പുറത്തോട്ട് ഇടുക, അത് മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ ജെൻസി പിള്ളേർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾഡ് 2K പിള്ളേർ, അവർ ബോഡി ഷേമിങ് ചെയ്യാറില്ല. ഇതേ പോണു തടിച്ച്, ഇതേ പോണു ഞൊണ്ടി, ഇമാതിരിയുള്ള വേർഡ്സ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഹ്യൂമർ കലർന്ന തമാശകൾ അവർ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ദെൻ ഫേസ് ഷേപ്പിൻ്റെ കാര്യത്തിലാണേലും, സൈസിൻ്റെ കാര്യത്തിലാണേലും, കളറിൻ്റെ കാര്യത്തിലാണേലും ഒരിക്കൽ പോലും അവർ ഒരാളെയും കളിയാക്കിയിട്ടുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പം അന്നത്തെ കാലത്തെക്കാട്ടിലും എത്രത്തോളം ബെറ്ററാണ് ഇന്നത്തെ ജനറേഷൻ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇന്നത്തെ അത്രയേ ഉള്ളൂ. ബൈ.